No Plastic Be Fantastic campaign ബോധവൽക്കരണ കേരള യാത്ര കാസർഗോഡ് കളക്ടറേറ്റ് പടിക്കലിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഫ്ലാഗ് ഓഫ് ചെയ്തു. പദയാത്ര ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരത്ത് സമാപിക്കും. Bindu Jewelry, Kasargod. Gold, diamond, birthstone, silver. 100% BIS 916 Hallmark Gold. No Plastic Be Fantastic ക്യാമ്പയിന്റെ ഭാഗമായി കൊട്ടിയം റോട്ടറി ക്ലബിന്റെയും കൊല്ലം ജില്ലാ ശുചിത്വ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെയുള്ള ബോധവൽക്കരണ യാത്ര കാസർഗോഡ് കളക്ടറേറ്റ് പടിക്കൽ നിന്നും ആരംഭിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ രാജൻ കൈനോസ്, കാസർഗോഡ് ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആൻഡ് ജില്ലാ കോർഡിനേറ്റർ ലക്ഷ്മി എ, റോട്ടറി ഡിസ്ട്രിക്ട് 3204 കാസർഗോഡ് റോട്ടറി ക്ലബ് പ്രസിഡന്റ് റൊട്ടേറിയൻ ഗൗതം ഭക്ത, സെക്രട്ടറി ശ്രീജേഷ് ഇ, പ്രസിഡന്റ് ഡോക്ടർ ബി നാരായണ നായക്, സെക്രട്ടറി ഹരിപ്രസാദ് കെ, സർജൻ അറ്റ് ആംസ് ജയപ്രകാശ്, ചാർട്ടർ മെമ്പർ കെ എൻ ഷെട്ടി, ദിനേശ് എം ടി, മുരളീധർ കമ്മത്ത്, സോണൽ കോർഡിനേറ്റർ എം കെ രാധാകൃഷ്ണൻ, ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന പ്രസിഡന്റ് സി കെ നാസർ, കാഞ്ഞങ്ങാട് ഓൾ ഇന്ത്യ റൈഡേഴ്സ് ഹെൽപ്പ് ലൈൻ ഫാമിലി അംഗങ്ങളായ സുധീർ കുഡ്ലു, അരുൺ കെ ആർ, ജീവകാരുണ്യ പ്രവർത്തക സിസ്റ്റർ മേഴ്സി കുമ്പള, കാസർഗോഡ് ശുചിത്വ മിഷൻ ഓഫീസ് അധികാരികൾ, റോട്ടറി ക്ലബ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഡിസ്ട്രിക്ട് 3211 കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് റൊട്ടേറിയൻ ഷിബു റാവുത്തർ ബോധവൽക്കരണ യാത്രയുടെ ലക്ഷ്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. സോഷ്യൽ വർക്കർ ആർ പത്മജന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ ഒരു കാൽനട പ്രചരണ യാത്ര നടത്തുകയാണ്. പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ ഇന്ന് നാം അനുഭവിക്കുന്ന ഭവിഷ്യത്തുകളെ ചൂണ്ടിക്കാട്ടി സാധാരണ ജനങ്ങളിലേക്ക് ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനായി നടത്തുന്ന ഈ യാത്രയിൽ കൊട്ടിയം റോട്ടറി ക്ലബിനോടൊപ്പം നിരവധി സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ യാത്ര 21 ദിവസം കൊണ്ട് തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ ഒരു ബോധവൽക്കരണം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നു. ഭാവിയുടെ ഏറ്റവും വലിയ ഭീഷണിയാകാൻ പോകുന്ന പ്ലാസ്റ്റിക്കിനെ തടയിടുവാനുള്ള ശക്തമായ ബോധവൽക്കരണമാണ് യാത്രയിലൂടെ നൽകുന്നതെന്ന് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന സോഷ്യൽ വർക്കർ ആർ പത്മജൻ പറഞ്ഞു. നമ്മൾ പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി മാറിയെങ്കിലും പക്ഷേ അത് പരിസ്ഥിതിയിലേക്ക് വലിച്ചെറിയാതിരിക്കാനുള്ള മനസ്സ് ജനങ്ങളിലേക്ക് ഉണ്ടാക്കാൻ ആണ് ഈ യാത്ര കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് എല്ലാവിധ സപ്പോർട്ടും ശുചിത്വ മിഷൻ്റെയും റോട്ടറി ക്ലബിൻ്റെയും സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3211 കൊട്ടിയം റോട്ടറി ക്ലബ്ബും ഡിസ്ട്രിക്ട് 3204 കണ്ണൂർ സോൺ കാസർഗോഡ് റോട്ടറി ക്ലബ്ബും കാസർഗോഡ് റോട്ടറി ഭവൻ ഹാളിൽ ഇന്റർ ഡിസ്ട്രിക്ട് മീറ്റിംഗ് നടത്തി പത്മജന് സ്നേഹാദരവ് നൽകി. നോ പ്ലാസ്റ്റിക് ബി ഫാന്റാസ്റ്റിക് ക്യാമ്പയിൻ ബോധവൽക്കരണ യാത്രയ്ക്ക് കാസർഗോഡ് റോട്ടറി റീജിയണൽ ഫോറം ചെയർമാൻ ദിനേശ് എം ടി ആശംസകൾ നേർന്നു. പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് കൊട്ടിയം റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഷിബു റാവുത്തറും അതുപോലെ തന്നെ പത്മജനും അവരുടെ മറ്റു മെമ്പർമാരും ചേർന്നുകൊണ്ട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ പ്ലാസ്റ്റിക് വിമുക്തമാക്കിയിട്ടുള്ള ഒരു പ്രചരണം നടത്തിക്കൊണ്ടുള്ള യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. റോട്ടറി ക്ലബ്ബ് കാസർഗോഡിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും ഞങ്ങൾ ഈ അവസരത്തിൽ നേരുകയാണ്. പദയാത്ര കേരളത്തിലെ 9 ജില്ലകളിൽ കൂടി 300 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരത്ത് സമാപിക്കും. 21 ദിവസവും യാത്രയിൽ റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3201, 3204, 3211 വിവിധ ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, ജീവകാരുണ്യ പ്രവർത്തകർ എന്നിവർ സ്വീകരണം നൽകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.